സർജാനം ഇപ്പം സർജാനം ചെയ്യുന്ന സിനിമകളിൽ എപ്പോഴും ഒരു എന്താ നിഷ്കളങ്കത്വം ഉണ്ടാവും, ഇടയ്ക്കൊന്ന് ക്യാരക്ടർ മാറുന്ന ഇതുണ്ടാവും, ഒരു ഹോം ബോയ് ഫീലിംഗ് ഉള്ള കഥാപാത്രങ്ങൾ ഇച്ചിലൂടെ ഉള്ളത്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്കൊന്ന് ബ്രേക്ക് പക്കാൻ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും തോന്നാറുണ്ട്. കാരണം ആസ് എൻ ആക്ടർ നമുക്ക് എപ്പോഴും ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് തന്നെ ബോറടിക്കും. നമുക്കും കുറെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഒരു പ്രോജക്റ്റ് വന്ന് നിൽപ്പുണ്ട്. അത് ചെയ്യാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി വെരി സൂൺ അങ്ങനെ ഒരു സാധനം ചെയ്യും. അല്ല, ചോദിക്കാൻ കാരണം പറ്റുന്നില്ല. കാരണം നമ്മളൊരു ക്യാരക്ടറിൽ ഇങ്ങനെ ലോക്കായി കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ അങ്ങ് രജിസ്റ്റർ ചെയ്ത് വെക്കാറുണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ ചിലപ്പം കുറച്ച് സമയം എടുക്കാറുണ്ട്. അപ്പോഴെല്ലാം അത് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ വരുന്നില്ലല്ലോ അങ്ങനെ ഒരു തിരിഞ്ഞ്? തീർച്ചയായിട്ടും. കാരണം എൻ്റെ അടുത്ത് ഈ അടുത്തൊരാൾ പറഞ്ഞു, ഞാനിങ്ങനെ ചാൻസ് വെച്ച് തന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, ഒരാളല്ല കുറേ പേര് ഇത് പറഞ്ഞിട്ടുണ്ട്, എടാ നിന്നെ ഈ മുഖം എവിടെ കൊണ്ട് വെക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം ചില സിനിമകൾക്ക് അത് നല്ലതാണ്. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ആൾക്കാർക്ക് നമ്മളെ ഓരോ ക്യാരക്ടേഴ്സിന് ചൂസ് ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമകൾ ഇതുപോലും എനിക്ക് എൻ്റെ ആക്ടർ ഇൻ മീ ഐ വുഡ് ഏതൊക്കെ തരത്തിൽ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ഇനിയും പല ഷെയ്ഡ്സിലുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് എത്തണമെങ്കിൽ എനിക്കൊന്ന് എല്ലാ സിനിമകളും നല്ല രീതിയിൽ ചെയ്താൽ അവിടെ എത്തും. ആൻഡ് ഇപ്പം എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കുറച്ച് വരുന്നുണ്ട്. ആൻഡ് ഐ റിയലി ഹോപ്പ് അങ്ങനൊരു ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ലാത്തൊരു ക്യാരക്ടർ എനിക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കേൾക്കുന്ന ഏതെങ്കിലും ഡയറക്ടർ റൈറ്റേഴ്സോ ഉണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ മീ. താങ്ക് യു. താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. ഇപ്പം അമ്മ മലയാള സിനിമ അല്ല ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാള്. അച്ഛനും അതേപോലെ ഒരു സൂപ്പർ ആക്ടറാണ്. അച്ഛൻ നല്ലൊരു പാട്ടുകാരനാണ്. അപ്പം എപ്പോഴേലും ഏതെങ്കിലും പോയിന്റിൽ എനിക്ക് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അതായത് മനസ്സിലായില്ല, എക്സ്പ്ലോർ ചെയ്യണ സിംഗിങ് അങ്ങനെയാണോ? എന്തുവാവും അങ്ങനെ ആക്ച്വലി തോന്നിയിട്ടില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം ഞാൻ പാടുന്ന മാത്രമേ ഇതുവരെ കേട്ടില്ല കേട്ടോ. ഈ കൂടുതലും വെസ്റ്റേൺ ഇംഗ്ലീഷ് സോങ്സ് ആണ് കൂടുതലും പാടി കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് അതും ഉപദേശിച്ചിട്ടുണ്ട്, മക്കളെ ഈ ഇംഗ്ലീഷ് പാട്ടുമായിട്ട് ഇരിക്കരുത്, നമ്മുടെ ഇവിടെ ഒരുപാട് മലയാള സോങ്സ് ഉണ്ട്, തമിഴ് വേണം പഠിക്കാം, തമിഴ് പാടണം, അങ്ങനെ നാവിൽ അതെല്ലാം വരണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് ഒരുപാട് പാട്ടുകൾ. അങ്ങനെ ഈ അടുത്ത സമയത്തൊക്കെ ചില പാട്ടുകൾ കൂടുതൽ അത് കേട്ട് തുടങ്ങിയ ഒരു സമയം ഞാൻ നോക്കിക്കണ്ടിരുന്നു. ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒന്ന് മ്യൂസിക് കുറച്ച് ബേസിക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനുണ്ടായിരുന്ന അച്ഛനത് പഠിപ്പിച്ചു, അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു മാഷിനെ കണ്ടെത്താം, ബേസിക്സ് എങ്കിലും അറിഞ്ഞിരിക്കുന്നതല്ലാണ്. ഈ പറയുന്നത് ഞാൻ ബേസിക്സ് പോലും പഠിച്ചിട്ടില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഞാൻ പാടുന്നതാണ് ആരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട്. അപ്പം അങ്ങനെ ഒരു താല്പര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്, മ്യൂസിക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പാടുകല്ലേ ഏതെങ്കിലും വേദിയിൽ അടുത്ത് നമുക്ക് പാടാൻ പാട്ട് പഠിച്ച് അതെ. ഇപ്പൊ അതിന്റെ പ്രൊമോഷൻ സമയത്തേക്ക് നമുക്ക് അല്ലേ സമയമുണ്ട് അതെ. അപ്പൊ നോക്കാം. ഡെഫിനറ്റ്ലി ഹ്യൂമർ എനിക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇമോഷനാണ്. എന്തിനാ വാട്ട് യു കോൾ ദാറ്റ്, അതെനിക്ക് എല്ലാം ബിക്കോസ് ഞാൻ ലൈഫ് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ആസ് വെൻ ഐ വാസ് എ ചൈൽഡ് എല്ലാ കാര്യങ്ങളും അതിപ്പോൾ എന്തൊരു സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിലും ഞാനത് ഭയങ്കര വീട്ടിൽ പോയി അവതരിപ്പിക്കുന്നത് എല്ലാം ഭയങ്കര കോമഡി രീതിയിൽ തന്നെ ആയിരിക്കും. കാരണം എനിക്ക് എന്നെ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഞാനത് എപ്പോഴും ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ എന്താ പറയുക ലൈക്ക് യു ജസ്റ്റ് മെൻഷൻഡ് കൽപ്പന, മിനു എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെ പേര് വിളിച്ചിട്ടാണ് ശീലിച്ചത്. മിനുവിൻ്റെ അതേ മിനു എപ്പോഴും കുഞ്ഞിലേ മുതലേ എപ്പോഴും പറയായിരുന്നു, എൻ്റെ വേറൊരു വേർഷനാണ് നീ, ഞാൻ വലുതായി നീ ചെറുതായി, അത്രേ ഉള്ളൂ. ബാക്കി കാണിക്കുന്നതൊക്കെ അതേ ഗോഷ്ടിയും കാര്യം അച്ഛനും കുഞ്ഞിലെ എപ്പോഴും പറയുന്നത്. കാരണം ഭയങ്കര കുരുത്തം കെട്ട കൊച്ചൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാറ് കൊച്ചിലേക്ക്, എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും, പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെയൊക്കെ ഏറ്റവും ഇഷ്ടം തേജയെ കൂട്ടാനുള്ള മെയിൻ കാര്യം ഇവിടെ വന്ന് അരങ്ങൊന്ന് കൊഴിപ്പിക്കും, ഭയങ്കര ഹ്യൂമറസ് ആണ്. അതാണ് മെയിൻ ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടാൻ കാര്യം ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് കുട്ടിക്കാലത്ത് നമ്മൾ പുതിയകാവിലെ വീട്ടിലൊക്കെ നിൽക്കുമ്പം ചിലപ്പോൾ ഞാനിങ്ങനെ അതിൽ പാസ് ചെയ്യുമ്പോൾ കാണാൻ തന്നെ നിന്നിട്ട് ടീച്ചറായിട്ടും സ്റ്റുഡൻ്റായിട്ടും മാറി മാറി മാറി
എനിക്ക് പാവം തോന്നിയിട്ടുണ്ട്. ആരും കളിക്കാനൊന്നും ഇല്ല. പിന്നീടാണ് കൽപ്പനയുടെ മകളൊക്കെ ആയിട്ട് അവരിവിടെ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ താമസിക്കാൻ വന്നു. പിന്നെ അവൾ കമ്പനിയായി, ഫ്രണ്ട്സായി. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ടീച്ചറായിട്ട് ഇവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്, ഇല്ല ടീച്ചർ ഞാനങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 സംസാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ആ ടാലൻ്റ് ഉണ്ട്. അത് അല്ലെങ്കിൽ അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് മിനുക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഓർത്തിട്ടുണ്ട്. നിലവിൽ മലയാളത്തിൽ കോമഡികൾ ചെയ്യുന്ന നായകന്മാർ വളരെ ചുരുക്കമാണ്. ചെയ്യുന്നവരെ ആളുകൾ കമ്പയർ ചെയ്യുന്നത് പഴയ ഉർവശി ചേച്ചിയായിട്ടാണ്. പുള്ളിക്കാരി ഒരുപാട് കോമഡി ചെയ്തിട്ടുണ്ട്. So I hope nobody can replace her expertise because I think even I can't replace her because Urvashi, there's only one Urvashi and ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ട്രസ് ആണ് എൻ്റെ അമ്മ അല്ലെങ്കിൽ ഉർവശി എന്ന് പറയുന്നത്. കാരണം എനിക്കങ്ങനെ ആലോചിക്കാൻ കൂടെ പറ്റില്ല ഞാൻ അതിലും ബെറ്റർ ആവുന്നതോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എസ് ക്ലോസർ എനിത്തിങ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് ഞാൻ ഞാൻ ലാസ്റ്റ് മന്ത് when I was in ചെന്നൈ, എനിക്ക് അപ്പോഴാണ് ഞാൻ ലൈവായിട്ട് ഒരു സംഭവം കാണുന്നത്. ഞാൻ അമ്മയടുത്ത് ഇതുപോലെ ചോദിച്ചു, അമ്മ ഇത് ഓരോ സീനൊക്കെ വരുമ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ അച്ഛൻ്റെ അടുത്തും ചോദിച്ചൊരു കാര്യമാണ്. പക്ഷേ ബോത്ത് ആർ ഡിഫറെൻറ്റ് വേസ് ഓഫ് പെർസെപ്ഷൻ. എന്നാലും ഞാൻ അടുത്ത് വെച്ചപ്പോൾ ഒരു സീൻ കിട്ടുകയാണ്, അത് പക്ഷെ എങ്ങനെ മനസ്സിലാവും, കോമഡി ആണെന്ന് എങ്ങനെ മനസ്സിലാവും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സീരിയസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് എങ്ങനെ അറിയാം. പുള്ളിക്കാരി ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ, അത് മക്കളായ ഒരു കാര്യം പറയാം, ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്കൊരു സാധനം അത് എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞു. എന്നിട്ട് ഷീ ജസ്റ്റ് ആക്റ്റഡ് ഔട്ട്. അത് നമ്മളിങ്ങനെ വെറുതെ അവിടെ നിന്ന് ചുമ്മാ നമ്മൾ ബിഹേവ് ചെയ്യത്തില്ല, അതുപോലത്തെ ഒരു സംഭവം ചുമ്മാ കാണിച്ചു തന്നു. ഞാനതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ അയ്യോ, ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിലോട്ട് ഇറങ്ങുകയാണ്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് കണ്ടപ്പോൾ ഇത് ചെറിയൊരു സാധനം തന്നെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആണ്. സോ അവിടെ തന്നെ ക്വസ്റ്റ്യൻ കട്ടായി. സോ ഐ എം നോട്ട് ഗോണ റീപ്ലേസ് ഹർ, ബട്ട് ഐ ഹോപ്പ് സംഡേ മേ ബി ഐ ലുക്ക് അപ് ടു ഹർ ആൻഡ് ലൈക്ക് അത്രയും എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഇതറിയില്ല. പക്ഷെ ദൈവം അനുഗ്രഹിക്കുന്നു. ടിക്ടോക്ക് ഒക്കെ ചെയ്ത് കണ്ടില്ല നിങ്ങൾ? ഇടക്കാലത്ത് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ടിക്ടോക്ക് ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചു, അവരുടെ മോളും അത് നിരോധിച്ചു. അപ്പോൾ ആ കാലത്ത് ഉർവശിയുടെ പ്രശസ്തമായൊരു സീനുണ്ടല്ലോ ഇതിനകത്ത്, ഏത് പടത്തില്ല, അച്ഛൻ്റെ അമ്മയിലെ എന്താ കടുവറ, അതൊക്കെ നന്നായി അസലായി ചെയ്തിട്ടുണ്ട്. കൽപ്പനയുടെ പല റോഡ്, ദിലീപിൻ്റെ, സലീം കുമാറിൻ്റെ ഒക്കെ. അതൊന്നും ഇപ്പം ചെയ്യുന്നില്ല. പിന്നെ ടിക്ടോക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ആ വോയിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും കാണിക്കായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇത്രയും സമയം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനോജിൻ്റെയും തേജയിലൂടെ വാക്കുകളിലൂടെയൊക്കെ ഒരുപാട് പേരെ ഇവിടെ അനുസ്മരിച്ചു. ഇപ്പോൾ കൽപ്പന ചേച്ചി, മനോജേൻ്റെ അച്ഛൻ, ഇവരെല്ലാം മലയാളികൾ ഒരുപാട് ആരാധനയോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ പോലും, ഒരു അനുസ്മരണത്തിലൂടെ പോലും ഈ ഒരു മുഹൂർത്തം കടന്നുപോയി. എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ധന്യമായ ഈ ദിവസം